അമ്മ അമ്മ മുട്ടയൊക്കെ കെട്ടി ഇങ്ങനെ സെറ്റായി വേണം കേട്ടോ. ഇപ്പൊ കുറേയൊക്കെ ലെവലായിട്ടുണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടതിന്റെ പുറമെ നമ്മളെ വിശേഷം വിളിച്ച് ചോദിക്കുന്നുണ്ട്, വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഫാമിലി അംഗമാണ്. അത് കാരണം എല്ലാതും നേരിട്ട് അപ്പം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ അമ്മതാ നീച്ചിരിക്കാനൊക്കെ ആയിട്ടുണ്ട്. കുറേയൊക്കെ ലെവലായിട്ടുണ്ട് ഏകദേശം കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പോകണം. അപ്പോൾ സ്കാൻ ചെയ്താൽ നമുക്ക് എന്താന്ന് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഒന്നും ഇല്ലാതെ നിൽക്കട്ടെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയാം. എന്നാലും പിന്നെയും പറയാ, ഒന്നും ഇല്ലാതെ നിൽക്കട്ടെ. ഒന്നുമില്ലാന്നോ ഓനാള് ഭയങ്കര നരിയായിട്ട് ഈ കാണുമ്പോൾ നല്ല ഫോൺ കിട്ടിയപ്പോ നല്ല വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ സൂപ്പറാണ്. ഓൻ ഇവിടെ നിന്നിട്ട് സന്തോഷേട്ടൻ പുറത്തെ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് വീഡിയോ ഫോണ് മുന്നിൽ വെച്ചിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൈനാത്താനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറയാം ഞാനൊന്ന് അഭിനയിക്കാൻ വിട്ടു. അമ്മ അപ്പൊ തന്നെ അറിയണ്ട ഓനെ അഭിനയിക്കാൻ കൂട്ടിക്കണ്ട. അപ്പൊ നാളെ നമുക്കൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താ വെച്ചാല് നാളെ നമ്മള് കണ്ണൂര് പോവാണ്. പയ്യന്നൂര് പറശ്ശിനിക്കടവ് പോവാണ്. നമ്മളെ ജീവിതത്തില് ഇന്ന് വരെ നമ്മള് കേൾവിയുള്ളൂ, നമ്മള് കണ്ടിട്ടില്ല. അമ്മ പോയിട്ടുണ്ട്. ചേച്ചി സ്വാതി എല്ലാരും വരും അമ്മേന്റെ അടുത്തേക്ക്. എല്ലാരും ഉണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും. കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യാനും പറ്റൂല. നാളെ പുലർച്ചയ്ക്ക് അവിടെ പോകും. പുലർച്ചെ ഇന്നല്ലേ ഇന്ന് അല്ല നാളെ പുലർന്ന് 3:30 3:20 നമ്മളെ ട്രെയിന്. അപ്പൊ നമ്മള് വാണിയമ്പലത്തുനിന്ന് കയറണേ. നേരിട്ട് കണ്ണൂർക്കുണ്ട്. നേരിട്ട് കണ്ണൂര് 7:30 ആകുമ്പോഴേക്കും എത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് കാരണം കൂടി ഉണ്ട്. നമ്മളെ വീഡിയോ കണ്ട് എനിക്ക് അസുഖം വന്ന സമയത്ത് പഴയ വീടായിരുന്നു. പഴയ വീട്ടിന്ന് ഒപ്പം വന്ന നമ്മളെ ചേച്ചി ഉണ്ട്, ശ്രീജ ചേച്ചി. അപ്പൊ ആ ചേച്ചി അങ്ങനെ എൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പറശ്ശിനിക്ക് വഴിപാടിട്ടാണ് എന്നെ മുത്തപ്പൻ്റെ അടുത്ത് കൊണ്ടുവരാന്ന്. അസുഖം മാറിയിട്ട് വർഷങ്ങളായി. 4 വർഷം കഴിഞ്ഞ്. അപ്പൊ ഞങ്ങക്ക് ഇപ്പോഴാണ് ഓരോ കാരണം കൊണ്ട് പോകാൻ ഞങ്ങൾ ഒരുങ്ങലുണ്ട്. അമ്മ ഓരോ ഒഴിവിനും പറയലുണ്ട് പറശ്ശിനിക്ക് പോകണ്ടേ ചോദിക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മളെ വീടിന്റെ അവിടുന്ന് ഒരു ടീം പോയിരുന്നു. അപ്പോഴും ഞങ്ങളേക്ക് സെറ്റായി പോകാനൊക്കെ ആയപ്പോഴും എനിക്ക് പറ്റാതെയായി. അങ്ങനെ അതിന് പിന്മാറേണ്ടി വന്നു. ഇപ്പൊ ഇന്ന് നാളേക്കാണ് നമ്മളിത് സെറ്റായി നിൽക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് പോരാൻ പറ്റാതെയായി. അപ്പൊ ഞങ്ങൾ എന്തായാലും പോഞ്ഞു വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മേനെ പറഞ്ഞു വൈകിക്കണ്ട. അമ്മക്ക് ഈ അവസ്ഥയിൽ ഇപ്പൊ അമ്മേനിട്ട് നമ്മള് പോകൂല. പക്ഷെ എന്താ വെച്ചാല് ഒരു വഴിപാട് നേർച്ചക്കടങ്ങൾ ബാക്കി വെക്കാൻ പാടില്ല. അതിന്റെ പ്രശ്നങ്ങളാണ്. അതാണ് 1-2 മാസോ വർഷമോ അല്ല 4 വർഷം കഴിഞ്ഞ്. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട് വരരുതേ എന്നുള്ള ഒരൊറ്റ നേർച്ച ഇട്ടാല ചേച്ചിക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പൊ നമ്മള് നാളെ പോയിട്ട് മുത്തപ്പനെയൊക്കെ കണ്ടിട്ട് വരാമെന്ന്. പോണം. കുറെ ആൾക്കാര് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാര് പറയുന്നുണ്ട്. കൊറേ ആൾക്കാരുണ്ട്. നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട്. വാട്സാപ്പിൽ വരുമ്പോ തന്നെ സന്തോഷാണ്. പോണേ ദൂരണ്ട്. ഫോൺ നമ്പർ വിളിക്കാൻ പറഞ്ഞിട്ട്. അതാണ് നമ്മളൊന്നാമത് ഈ മലപ്പുറം വിട്ട് എങ്ങോട്ടും നമുക്കൊരു യാത്ര അല്ല, ഒരു പരിപാടിയില്ല. അപ്പൊ ബസ്സിനൊക്കെ ഞങ്ങൾ ആദ്യം വിചാരിച്ച കോഴിക്കോട് വരെ KSRTCക്ക് പോയിട്ട് കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് ട്രെയിനിന് പോവുക കണ്ണൂര്, പിന്നെ കണ്ണൂരിൽ നിന്ന് പയ്യന്നൂര്, അങ്ങനെ ബസ്സിന് പോവാന്നൊക്കെയാണ് പ്ലാനിങ്. അവർ കൊണ്ടുവരാൻ വരും. പിന്നെ ഇങ്ങനെ ക്ഷീണം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ബസ് കാണുമ്പോഴേക്കും ഛർദ്ദിക്കും. അപ്പൊ ട്രെയിനാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ നാളത്തെ ദിവസം. അപ്പൊ പിന്നെ നമ്മള് എന്താ നീണ്ട 4 വർഷത്തിന് ശേഷമാണ് നമ്മള് ഗുരുവായൂരിക്കൊക്കെ പോലുണ്ട്. ഗുരുവായൂരിക്ക് പിന്നെ അപ്പൂസിനെ ഒന്ന് കൊണ്ടുപോകണം. അപ്പൂസ് പാസ്സായ വരാന്ന് ഗുരുവായൂർ വന്നാണ്. പിന്നെ പ്ലാനിങ് എന്താ വെച്ചാല് നമുക്ക് കോഴിക്കോട് നിന്ന് പോകാനായിരുന്നു. അപ്പൊ പിന്നെ ഇവിടുന്ന് 2.5 മണിക്കൂർ കോഴിക്കോട്ടേക്ക് ഇരിക്കണം. പിന്നെ പുലർച്ചെ കുറച്ച് ഉറക്കം കളഞ്ഞാലും പോയാൽ രാവിലെ അവിടെ എത്തുമല്ലോ. പിന്നെ ഫസ്റ്റ് നമ്മൾ നേരിട്ട് പോകുന്നത് ചേച്ചീന്റെ വീട്ടിലേക്കാണ്. ചേച്ചീന്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ ചേച്ചിന്റെ വീട്ടിലുണ്ട്. നമ്മൾ അവിടുന്ന് ഒന്ന് സെറ്റപ്പായി ഫ്രഷ് ആയതിന്റെ ശേഷമാണ് നമ്മൾ അവിടുന്ന് അമ്പലത്തേക്ക് പോണത്. രാത്രി വൈകുന്നേരം സമയത്താണ് കാണാൻ പറ്റുക. 4 ആളാ പോണത്. സന്ധ്യേച്ചിന്റെ മോള് സോണിക്കുട്ടി ഉണ്ട്. പിന്നെ നമ്മൾ 4 ആളാ ഞങ്ങൾ പോണത് കേട്ടോ. അപ്പൊ ആരൊക്കെ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. കാണാരൊക്കെ കാണാം. അവിടേക്ക് പോകുമ്പോ കാണാൻ പറ്റുള്ളൂ. അതിൽ അമ്പലത്തിലൊക്കെ വെച്ചിട്ട് കേട് വരുത്തല്ലേ.
അപ്പൂസിന് പനിയാണ്, അവന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഒക്കെ തിരക്ക് ദൂരെ പോകുമ്പോ ദൂരെ പറഞ്ഞ ഞാൻ കണ്ടല്ലോ വീഡിയോയില്. ഇപ്പൊ എന്താ പറയാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് നാളെ പോവാണ് പറയാ. നാളെ പോവാണ്. നാളെ നമ്മള് ഇവിടുന്ന് 2:30-3 മണിക്ക് ഇറങ്ങണ്ടേ? 3:30 അവിടെ സ്റ്റേഷനിൽ എത്തണം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് 12 അപ്പൊ എപ്പോഴും ഉറങ്ങ 12 ഉറങ്ങണമെങ്കിൽ ഇവിടെ സോണി വന്നതിന് ശേഷം ഇവർക്ക് ഉറക്കല്ല. എപ്പോഴും ഉറങ്ങലാറില്ല, TV കണ്ട അങ്ങനെ കിടക്കും കിടത്തല്ലേ. ഞങ്ങൾക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് പണിമ്പലത്തേക്ക് സ്റ്റേഷനിലേക്ക്? ഇവിടുന്ന് ഒരു 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ. 3 മണിയാവുമ്പോ അവിടെ എത്തണം എന്തായാലും. ടിക്കറ്റ് ഒക്കെ വാങ്ങണ്ടേ? അമ്മേനെ നോക്കാന് ഇവരൊക്കെ വരും, എല്ലാരും മക്കളൊക്കെ വരും. ജിഷ്ണു ഒന്ന് വരും, സ്വാതി നാളെ വരും, ചേച്ചി എല്ലാരും വരും. പേടിക്കാന്നല്ല. പിന്നെ എന്തുണ്ടായിരുന്നു ട്രെയിനിന് അല്ലേ? തിരുവനന്തപുരം പോണ ദൂരമൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥ. വളരെ സന്തോഷത്തിലാണ്. അപ്പൂസിന് എന്താ പറയാ? അതൊക്കെ തന്നെ സന്തോഷം. പനി മാറിയോ? പനി ഒരിങ്ങനെ വിട്ടും വന്നു. അത് ഇത് എന്താ വൈറൽ പനിയാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഏകദേശം ആൾക്കാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം അത് പേടിക്കൊന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട്. ഇനി കുറഞ്ഞിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പനിക്കുന്നതാണെന്ന് വെച്ചാല് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ പോയി തരാം. പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ നമ്മളെ ബാലവാടിന്റെ കുറച്ച് കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. നമ്മള് ഇന്നലെ നടന്നത്. അപ്പൊ നമ്മള് കുട്ടികള് പുതിയ കുട്ടികൾ കുറെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുട്ടികൾ കുറെ സ്കൂളിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പിരിച്ചു വിടുന്ന യാത്രയപ്പായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഇതിലേറെ വലിയ തിരക്ക് ജഗപൊകയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ പോയിട്ടൊക്കെ പകർത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് നമ്മൾ ബാലവാടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാലേ അതാണ് എല്ലാവർക്കും നമ്മള് എന്താ അതാണ്. പിന്നെ നമ്മളെ നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ നാട്ടുകാരൊന്നും ഇപ്പൊ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമുള്ള കാരണം നമ്മളിതൊക്കെ പകർത്തുന്ന കാരണം നമ്മളെ നാട്ടിലും വീട്ടിലും എല്ലാവർക്കും കൂട്ടുകാർക്കും ഒക്കെ നമ്മളെ വിശേഷം വീഡിയോയിൽ കാണാം. അപ്പൊ അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ്, എല്ലാവർക്കും കാണാലോ എന്നുള്ള സൗകര്യം കൂടി വിചാരിച്ചിട്ടാണ് എല്ലാം നമ്മളിപ്പോ കഴിഞ്ഞ പോലെ പകർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു യാത്രയപ്പ്. നമ്മള് ബാലവാടി ഇത്രത്തോളം ഉയർന്നു വന്നിട്ടുണ്ട്. നല്ലൊരു കുട്ടികളെ അതൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇത് നമ്മളെ ബാലവാടിത്തെ കുട്ടികളെ യാത്രയപ്പാണ് കേട്ടോ. അപ്പൊ നമ്മളെ കുഞ്ഞു കുട്ടികളായവരൊക്കെ പഞ്ഞ് സ്കൂളിലേക്ക് മാറാൻ നിൽക്കുകയാണ്, LKGക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം ഓരോ ചവിട്ടിപ്പടിയായി നല്ല എന്താ പറയുക, നല്ല മിടുക്കന്മാരും മിടുക്കത്തികളായിട്ട് കുട്ടികൾ ഉയർന്നു നല്ല പഠിപ്പോടെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളെ ടീച്ചർ ഹെൽപ്പറും കുറേ നേരമായിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ അപ്പൂസും നമ്മളതാ സോണിക്കുട്ടി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 3 കൂടി ഒന്ന് പോയി നോക്കട്ടെ. അമ്മേനെ ഇങ്ങോട്ട് പുറത്തിറക്കാൻ പറ്റൂല കേട്ടോ. അമ്മേനെ നമ്മൾ അകത്തിട്ട് അടയ്ക്കാൻ പോവാണ്. അപ്പൂസ പറഞ്ഞു കൊടുത്തേ ഇങ്ങോട്ടെ പോണേ. അവിടെ എന്താ ഫോട്ടോ എടുക്കാൻ? അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല യാത്രപ്പിലൊന്ന് കൂടാനും കൂടിയാണ് കേട്ടോ. നമ്മളെ കുട്ടികളെ കുഞ്ഞു കുട്ടികളെ എത്രയും എന്താ പറയാ കാലം നമ്മളൊപ്പം നമ്മളെ മുന്നിൽ നമ്മളെ വീട്ടിൽ എന്നുള്ള പോലെയാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വരുന്നതും പോണതും കുട്ടികളെ ഓരോ നീക്കങ്ങളും നമുക്കും അനുഭവമാണ് എന്താ പറയാ ഓരോരോ ചിരിയും കളി പാട്ട് എല്ലാം നമ്മളും കൂടി ആസ്വദിക്കുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനി എല്ലാവരും പഠിച്ച് നല്ല മികവോടെ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെയൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എല്ലാവരും ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പോയി കേട്ടോ. അവിടെ എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കും എല്ലാം ഉണ്ട്. രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ പോലപ്പോൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൻ്റെ മസിൽ നോക്കി നിൽക്കുകയാണ്. സന്തോഷമായിട്ടും പർച്ചേസിന് പോയത് തന്നെ വന്ന് ഇപ്പോൾ അത് കൊറിയർ അയക്കാൻ വേണ്ടി പോയതാണ്. ഒരു നേരമല്ല ആൾക്ക് ഉച്ച വരെ ഭയങ്കര തിരക്കതിൻ്റെ ശേഷം ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയി വെക്കാം. അപ്പോൾ നമ്മളെ മക്കൾ ഇതാ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഇനി റെഡിയാക്കി ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. വീഡിയോ എടുക്കണം. അവിടെ തണുപ്പുണ്ടല്ലോ,
നല്ല വെയിലാണ്. അപ്പൊ കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം. ഈ കുട്ടികൾക്കുള്ള മൊമെന്റോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും വരാം. നമ്മുടെ വാർഡിന്റെ മെമ്പർ, അതുപോലെ നമ്മുടെ ആശാ വർക്കർ, നമ്മുടെ വാപ്പുകാക്ക, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ കുഞ്ഞു മക്കള് 25 പേരാണ് നമ്മുടെ ഈ അംഗൻവാടിയിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ അംഗൻവാടിയിലേക്ക് വരുന്ന കുട്ടികൾ. അതിൽ 18 കുട്ടികളും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ സെൻഡ് ഓഫ് നൽകുക, അതിനു വേണ്ടി അതുപോലെ തന്നെ നമുക്ക് രക്ഷിതാക്കൾക്ക് ഒന്ന് കൂടി ഒരു ഫുഡൊക്കെ കഴിച്ച് പിരിയാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം അത്രയും മോശമായിരുന്നു. പക്ഷെ ആകെ 3-4 ദിവസം ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനെ എല്ലാ പേരിയാക്കി അല്ലെങ്കിൽ ഇത്രയും ലഭിക്കുകയാണ്. പിന്നെ കോവിസൊന്നും കൊടുക്കില്ലായിരുന്നു. മൊത്തത്തിൽ കൊറോണ വന്ന് ഡോക്ടർ സ്കൂളിൽ ചേർത്തു. കുറച്ച് കാര്യമാണ് അംഗൻവാടിയിൽ എല്ലാവരും ചോദിക്കായിരുന്നു. കണ്ടു ചെറിയ പരിപാടികളൊക്കെ. അതെ, പിന്നെ നമ്മൾ ഭക്ഷണത്തേക്കൊന്നും നമ്മൾ കിടക്കാൻ നിന്നില്ല. കാരണം അപ്പൂസ് TC ആകാൻ പോലും തിരക്കും എന്നൊക്കെ ആയിരുന്നു. അപ്പൊ ചോറിക്ക് നല്ല ബിരിയാണി, അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മിസ്സായി, അതിനൊന്നും പോയില്ല. അപ്പൂസ് പോയില്ലേ, ഓന് ഇന്നലെ ഒരു പോക്ക്, അതുവരെ അവിടെ ഉള്ള ആള് അപ്പോൾ പോയി. അത് കേടെടുത്തല്ല അപ്പൊ എന്നാല് നമ്മള് പറശ്ശിനി പോയ വിശേഷമൊക്കെ ആയിട്ടല്ലേ. പറശ്ശിനി പിന്നെ അവിടെ പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോകണം. വേറൊരു അമ്പലം പറഞ്ഞില്ലേ, അതറിയില്ല കേട്ടോ. അവിടെ കാരണം അവിടെ ചെന്നപ്പോ നമുക്ക് വീട്ടിൽ നിൽക്കാൻ സമയമില്ല. കാരണം ചെല്ലുക, ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുക, പോവുക. പിന്നെ പിറ്റേന്ന് നമുക്ക് പോരും വേണം. കാരണം നമുക്ക് 2 ദിവസം നിൽക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ല. ഇപ്പൊ ഒരു പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നാളെ കാണാം. ബൈ.